നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ തന്നെ മോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് ആടുജീവിതം. കുറച്ചു കാലം മുമ്പ് ഇതിന്റെ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അത് വന്ന് ലീക്ക്ഡ് ആയിരുന്നു. പക്ഷെ ആ ഒരു ടീസർ എന്ന എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. അന്ന് ഞാൻ അത് റിയാക്ട് ചെയ്യുമ്പോൾ പോലും പറഞ്ഞായിരുന്നു ഇതൊരു മലയാള സിനിമ ആണെന്നുള്ള കാര്യം. കാരണം അമ്മാതിരി ലെവൽ ഓഫ് മേക്കിംഗ് ആയിരുന്നു ഒരു മൂവി. ആൻഡ് ട്രെയിലർ കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതേ ഫീൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം ഈച്ച് ആൻഡ് എവറി ഫ്രെയിം, ആ ഒരു സൗണ്ട് എഫക്ട്സും ആ ഒരു വിഷ്വലും രാജുവേട്ടന്റെ മേക്ക് ഓവറും എൻ്റെ ട്രെയിലറിൽ നമ്മൾ വേറെ ഏതോ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മൾ ഹോളിവുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള ഒരു മൂവി കാണുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതായിരുന്നു നമുക്ക് ഈ ഒരു മൂവിക്ക് കിട്ടിയത്. കാരണം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇറ്റ്സ് എ മലയാളം മൂവി. അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ എനിക്ക് ഒന്നുമില്ല. നമ്മൾ ഈ ഡ്യൂണിന്റെ ട്രെയിലർ കാണത്തില്ലേ, ആ ഒരു മരുഭൂമി, ആ ഒരു കളർ ടൂൺ, ആ ഒരു വിഷ്വല്, സൗണ്ട്, കാരണം ആ ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ട്രെയിലറിൽ കിട്ടിയത്. ഞാൻ എത്ര വർഷം ട്രെയിലർ കണ്ടെന്ന് അറിയത്തില്ല. കാരണം ആ സൗണ്ട് എഫക്റ്റും രാജുവേട്ടന്റെ മേക്ക് ഓവറും ലൈക്ക് ഈച്ച് ആൻഡ് എവരി ഫ്രെയിംസ് അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സർവൈവലാണ്. നിങ്ങൾ എല്ലാവരും ബുക്കിൽ കൂടിയാണ് അത് കണ്ടതും ആ സ്റ്റോറി വായിച്ചതും എല്ലാം. പക്ഷെ അതിലൊരു വിഷ്വൽ എന്ന് പറയുമ്പോൾ ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിനേക്കാളും 1000 മടങ്ങാണ് ആ ഒരു വിഷ്വലി കിട്ടുന്നത്. സോ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ഈ ഒരു വർഷം മാത്രമല്ല, ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഏതൊരു ഇൻഡസ്ട്രിയിൽ നമുക്ക് കൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ ഏതൊരാളുടെ അടുത്തും കൊണ്ട് കാണിക്കാം ഇതാണ് മലയാള സിനിമ എന്ന് കാണിക്കാൻ പറ്റിയ ഒരു കൾട്ട് ക്ലാസിക് ആണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോളിവുഡിൽ നോക്കുകയാണെങ്കിൽ ഗോഡ് ഫാദർ, സൈക്കോ, 2001 സ്പേസ് ഓഡീസി, ലൈക്ക് അങ്ങനത്തെ ഒരുപാട്, ഞാൻ എല്ലാം പറയുന്നില്ല എന്നാലും അങ്ങനത്തെ ഒരുപാട് കൾട്ട് ക്ലാസിക് ഉണ്ട്. ഇത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെ വെച്ചിട്ട് അതിനെ റെഫർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സിനിമേനെ ഇൻസ്പയർ ചെയ്ത് ഒരുപാട് മൂവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു മൂവീസിനെ പോലെ എത്ര വർഷം കഴിഞ്ഞാലും സംസാരിക്കാൻ പോകുന്ന ഒരു മൂവിയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇനി ഒരുപാട് വർഷത്തിന് ശേഷം ഒരു സർവൈവൽ മൂവിയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ കമ്പയർ ചെയ്യുന്ന ആടുജീവിതമായിട്ടായിരിക്കും. സോ ആ ഒരു മൂവിയുടെ ലെവലെങ്കിലും എത്തിയോ എന്നൊക്കെ ആയിരിക്കും. കാരണം അമ്മാതിരി ലെവൽ ഓഫ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ലെവലിൽ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഒരു മൂവിയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ഞാൻ ഈ മലയാളി ഓഡിയൻസിനെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഡിയൻസിനെ മാത്രമല്ല പറയുന്നത്, വേറൊരു ഓഡിയൻസിന് മുമ്പിൽ കൊണ്ടെത്തിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ആ ഒരു ഓസ്കാർ ലെവലൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഒരു മലയാള മൂവി എന്ന് തന്നെ പറയാം ആടുജീവിതം എന്ന് പറയുന്നത്. കാരണം സ്റ്റോറി ആയാലും വിഷ്വൽ ആയാലും ആ ഒരു മൂവിയുടെ മേക്കിംഗ് ആയാലും എല്ലാം ടോപ്പ് നോച്ചാണ്. ഇപ്പോൾ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്ന എല്ലാ മൂവീസും ഇങ്ങനെ സീൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് വരുന്ന ഒരു മൂവിയാണ്. ഇവിടെ നിന്നൊരു സ്പാർക്ക്, ഓൾറെഡി ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പിടിച്ചാൽ നിൽക്കാത്ത ലെവലിലോട്ട് മലയാള സിനിമ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് പറയുന്ന എല്ലാ കണ്ടന്റ്സും മാറും. ആൻഡ് ആടുജീവിതം എന്ന് പറയുന്ന മൂവി വൺ ഓഫ് എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരിക്കലും ഒരാളും ഇത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. ഇപ്പം ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് ഇത് സ്റ്റോറിയൊക്കെ അറിയാമല്ലോ, എന്തിനാണ് നിങ്ങൾ തിയേറ്ററിൽ പോകണമെന്ന് ചോദിച്ചാൽ ആ ഒരു വിഷ്വൽ പ്രസന്റേഷൻ ഉണ്ടല്ലോ. നമ്മളിപ്പം എത്ര ബുക്ക് വായിച്ചാലും ബുക്ക് വായിക്കുന്ന മോശമൊന്നും അല്ലെങ്കിൽ അതൊരു എഫക്റ്റ് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ബുക്ക് വായിച്ചാലും ആ ഒരു വായിക്കുന്ന കാര്യത്തിന്റെ ഒരു വിഷ്വൽ പ്രസന്റേഷൻ എന്നൊക്കെ പറയുന്നത് അത് വേറെ ലെവലാണ് അല്ലെങ്കിൽ വേറെ വൈബാണ് അത്. സോ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങൾ ആ ട്രെയിലറിൽ കണ്ടത് ആ ഒരു എപ്പിക്കിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ്. അത് ആ ഒരു മൂവി എന്താണ് അല്ലെങ്കിൽ ആ സ്റ്റോറി എന്താണ്, ആ ഒരു മൂവിയുടെ മേക്കിംഗ് ഏത് സ്റ്റൈലാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മൂവി തിയേറ്ററിൽ തന്നെ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ പിന്നെ എടുത്ത് പറയാം, വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു മൂവി. ഒരു 5 വർഷമോ 10 വർഷമോ അല്ല ഞാൻ പറയുന്നത്, ഒരു 10-30 വർഷമൊക്കെ കഴിഞ്ഞാലും മലയാളത്തിൽ നിന്ന് എടുത്ത് സംസാരിക്കാൻ പറ്റിയൊരു കൾട്ട് ക്ലാസിക് മൂവിയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. സോ എന്തായാലും ആ ട്രെയിലർ എന്ന് പറയുന്നത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ ഓരോ കാര്യങ്ങളും അത്ര അടിപൊളിയായിരുന്നു. സോ ഈ ഒരു മൂവിയുടെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.